സർക്കാർ ഈ പരിപാടി പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഒരു BJP രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്താണ് മുഖ്യമന്ത്രിക്ക് ഇതിൽ അയ്യപ്പന്മാരുടെ കാര്യത്തിൽ എന്താണ് കാര്യമെന്നാണ് BJP ചോദിക്കുന്നത്. UDF VD സതീശൻ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്, അത് കിട്ടുന്നില്ല, ഇനിയിപ്പോൾ ഭൂരിപക്ഷ പ്രീണനം ലക്ഷ്യമിടാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു സംഘം എന്ന് പറയുന്നത്. എന്തായാലും ഫൈനൽ തീരുമാനം UDFൻ്റെതൊക്കെ ഇന്ന് രാത്രി അറിയാം, അവരുടെ മീറ്റിംഗ് നടക്കാനിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു അയ്യപ്പ ഭക്തന്മാരെ അവരോടുള്ള താല്പര്യം കൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്? അതല്ല രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? ഇതിൽ 2 ലക്ഷ്യമുണ്ട്. അതായത് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ ഈ പേരിൽ തന്നെ ഒരു രസമുണ്ട്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇതിൽ ഈ ആഗോള അയ്യപ്പ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്നുള്ള ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള എന്താ പറയുക ടേം മിസ്സിങ് ആണ് എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ 2 ആസ്പെക്റ്റും ഉണ്ട്. ഒന്ന് ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റും ഉണ്ട്, ഒന്ന് പൊളിറ്റിക്കൽ ആസ്പെക്റ്റും ഉണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു സംഗതി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ഡയസ്പോറ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു മലയാളി ഡയസ്പോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ മലയാളികളെ കാണാം. അങ്ങനത്തെ ഒരു മലയാളി ഡയസ്പോറ നമുക്കുണ്ടാകും. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെടുത്താൽ, യൂറോപ്യൻ രാജ്യങ്ങളെടുത്താൽ, ആഫ്രിക്കൻ രാജ്യങ്ങളെടുത്താൽ, അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും മലയാളി പ്രസൻസ് ഉണ്ട്. അവരെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊരു മലയാളി ഡയസ്പോറ ഉണ്ടാക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഡയസ്പോറ കേരളത്തെ സംബന്ധിച്ച് ഈ എന്താ പറയുക ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഡയസ്പോറയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വെച്ചാൽ മലയാളികളുണ്ട്, കേരളത്തിന് പുറത്ത് ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകളുണ്ട്. തമിഴന്മാർ, തെലുങ്കന്മാർ, കർണാടകക്കാർ, പിന്നെ നോർത്തിൽ നിന്നുള്ള ആളുകൾ, ഇവരെല്ലാവരും ഇതിൻ്റെ ഡിവോട്ടീസായിട്ട് വരാറുണ്ട്. കേരളത്തിന് പുറത്തുള്ള, ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ വേറൊരു ഡയസ്പോറ വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പറ്റിയ ഒരു എന്താ പറയുക സംഗതിയാണ് ശബരിമല. അങ്ങനെ ഒരുപക്ഷെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. അതും ഒരു ആസ്പെക്റ്റ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് ഡെവലപ്മെൻറ്റാണ്. ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദേശീയപാത 66 നിർമ്മാണം ഏതാണ്ട് ഒരു 1.5 വർഷത്തിനകം പൂർത്തിയാവും എന്ന് നമ്മൾ വിചാരിക്കുക, അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് പൂർത്തിയാവും എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് കേരളത്തിന് മുമ്പിലുണ്ടായിരുന്നത് കേരളയിലാണ്. കേരളയിൽ ഒരു പക്ഷേ ഇപ്പോഴൊന്നും അനുമതി കിട്ടുമോ, തുടക്കം ആകുകയോ ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കേണ്ട. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ പോകുന്നത് ശബരിമലയുടെ ചുറ്റുവട്ടത്താണെന്ന് നമുക്ക് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി ശബരി റെയിൽപാത അത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയായിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ കൂടെ ഇൻവോൾവ്മെൻറ്റോടെ അത് നടപ്പാക്കാൻ പോകുന്നു. അതിന് ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വരും. കാരണം വെച്ചാൽ വലിയ റെയിൽവേ ട്രാക്കാണ് വരാൻ പോകുന്നത്. ഇപ്പുറത്ത് പത്തനംതിട്ടയിൽ ശബരി മലയുമായി ബന്ധപ്പെട്ട ഒരു വിമാനത്താവളം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ 2 വലിയ ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സാണ് ഈ ദേശീയപാത 66 കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിനെ അങ്ങനെ തന്നെ കാണണം. ഈ 66 ദേശീയപാത 66 വികസനം കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസാണ്. ഇത് ഒരു റെയിൽപാത വെറുതെ അങ്ങ് കടന്നു പോവുകയല്ല ചെയ്യുക, പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തുണ്ടാകുന്ന ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പുറത്തൊരു വിമാനത്താവളം ഉണ്ടാവുക മാത്രമല്ല ചെയ്യുക, ആ വിമാനത്താവളത്തിൻ്റെ ചുറ്റുവട്ടത്തേക്ക് വിമാനത്താവളത്തേക്ക് കണക്ടിവിറ്റി ഉണ്ടാക്കാനുള്ള ഡെവലപ്മെൻറ്റ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാൻ പോകണം. അപ്പോൾ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറയുക സിനാരിയോ അവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഷോക്കേസ് ചെയ്യുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടത്തേക്ക് ആളുകളെ കൊണ്ടുവരിക. അപ്പോൾ അതിന് പാകത്തിൽ ഒരു അന്തരീക്ഷ സൃഷ്ടി എന്ന് പറയുന്നത് അതിനെ വിശ്വാസവുമായി ചേർത്ത് വെച്ചാൽ വളരെ എളുപ്പമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതാണ് സർക്കാർ ഒരു വഴിക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. വേറൊരു കാര്യം എന്നുള്ളത് കേരളത്തിൻ്റെതായ റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇപ്പോൾ GSTയുടെ പുതിയ സ്ലാബും കൂടെ വരികയാണെങ്കിൽ ഇനിയും കേരളത്തിന് GST വിഹിതം കുറയും, കേരളത്തിന് കടമെടുക്കാനുള്ള അവസരങ്ങൾ കുറയും. എന്തായാലും ഒരു 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ ഒന്നും ഇതേ നിലയിൽ പോവുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അത് കേരളത്തിന് കൂടുതൽ അവസരങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എന്തുവേണം, കേരളത്തിൻ്റേതായ റവന്യൂ സ്രോതസ്സുകൾ ഉണ്ടാക്കിയെടുക്കണം. ആ സ്രോതസ്സ് ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിലിപ്പോൾ റിലീജിയസ് ടൂറിസം റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിന് ഏറ്റവും ഗംഭീരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ശബരിമലയാണ്. ഒരു തർക്കമില്ല. ഒരു ഭാഗത്ത് ശബരി റെയിൽ വരാൻ പോകുന്നു, ഒരു ഭാഗത്ത് വിമാനത്താവളം വരാൻ പോകുന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഗംഭീരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ
ശബരിമലയാണ്. അതിൻ്റെ ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 41 അല്ലെങ്കിൽ 64 ദിവസം മാത്രമേ അവിടെ ഫുൾ ടൈം ഉള്ളൂ എന്നുള്ളതും അതിൻ്റെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഇൻ ടേംസ് ഓഫ് ബിസിനസ്സാണ് പറയുന്നത്, വിശ്വാസമല്ല പറയുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും അതുമായിട്ട് തർക്കിക്കാൻ വരരുത്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റാണ്. ഒരു വർഷത്തിൽ ഒരു ലിമിറ്റഡ് ടൈമിൽ മാത്രമാണ് അവിടെ ഒരു ഫുൾ ടൈം ബിസിനസ് ഉള്ളത്. പിന്നുള്ളത് മാസത്തിൽ 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതിയോടനുബന്ധിച്ച് 1-2 ദിവസം മാത്രമേ ഉള്ളൂ. അതും ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റാണ്. അപ്പോൾ ഇത് മാക്സിമം ടാപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അപ്പോൾ ഇതിന് പാകത്തിനുള്ളൊരു ഡയസ്പോറ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിനുള്ളൊരു ശ്രമമായിട്ട് നമുക്കിതിനെ കാണാം. ആ നിലയ്ക്ക് ഇതിനെ വളരെ പോസിറ്റീവായി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ നിലയ്ക്ക് ഡെഫിനറ്റ്ലി ഇതിൽ പൊളിറ്റിക്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ശബരിമല ഇവിടുത്തെ ഒരു ഹോട്ട് ടോപ്പിക്കായിരുന്നു. ആ ഹോട്ട് ടോപ്പിക്ക് LDFന് അല്ലെങ്കിൽ CPMന് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതും ഒരു വിശ്വാസമാണ്. അപ്പോൾ അതിൽ നിന്ന് മറികടക്കാനുള്ളൊരു ശ്രമം ഒരു പക്ഷേ അവർ നടത്തുന്നുണ്ടാവാം. അവർക്ക് എന്താ പറയുക, എളുപ്പമാണ് പറഞ്ഞു കേൾക്കാൻ. കാരണം ഇത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമാണ്. ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിലൊന്നും സർക്കാർ ഇടപെടാറില്ല. ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഘം നടത്താൻ തീരുമാനിക്കുന്നു. സർക്കാർ എന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള നിലയിൽ മാറി നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനെ രണ്ട് രീതിയിലും കാണണം, രണ്ടല്ല ഒരു മൾട്ടി ഡയമെൻഷനായി കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.